2025 ആകാശവിസ്മയങ്ങളുടെ ഒരു വർഷമായിരിക്കുമെന്നാണ് ശാസ്ത്രലോകത്തു നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ ചന്ദ്രഗ്രഹണം, ഉൽക്കാവർഷം മുതൽ സൂപ്പർ മൂൺ വരെ ഉൾപ്പെടും. എന്നാൽ ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യം 2025 ജനുവരിയിൽ നമ്മുടെ ആകാശത്ത് 7 ഗ്രഹങ്ങളെയും കാണാനാകുമെന്നതാണ്. അത്ഭുതത്തിന്റെയും വിസ്മയത്തിന്റെയും അനുഭവം പകരുന്ന പുതിയ വർഷം ആകാശപ്രേമികൾ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ജനുവരി ആദ്യം തന്നെയായിരിക്കും 7 ഗ്രഹങ്ങളും ഒത്തുവരുന്ന പ്ലാനറ്ററി പരേഡ് നടക്കുക. റിപ്പോർട്ട് അനുസരിച്ച് ശുക്രൻ, ശനി, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഫെബ്രുവരി മാസം അവസാനം വരെ ദൃശ്യമാകും. കൂടാതെ നെപ്റ്റ്യൂൺ, യുറാനസ് എന്നിവയും വിന്യാസത്തിന്റെ ഭാഗമാകും. എന്നാൽ ഇവ രണ്ടും ടെലിസ്കോപ്പിലൂടെ മാത്രമേ കാണാനാകൂ. ഗ്രഹങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവർ സൂര്യാസ്തമയത്തിനു ശേഷം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു വേണം ആകാശം നിരീക്ഷിക്കാൻ. കാരണം ശുക്രൻ, ശനി, നെപ്റ്റ്യൂൺ എന്നിവ ചക്രവാളത്തിൽ കുറച്ചു സമയം മാത്രമേ നിലനിൽക്കൂ. ശേഷം രാത്രി 11:30 അർദ്ധരാത്രിയോടെ അവ താഴേക്ക് പോകും. എന്നാൽ ചൊവ്വയും വ്യാഴവും യുറാനസും രാത്രി മുഴുവൻ ആകാശത്ത് ദൃശ്യമായിക്കൊണ്ടിരിക്കും. പ്രഭാതം അടുക്കുമ്പോൾ മാത്രമേ ഇവ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങൂ. ഇതിൽ തന്നെ ഏറ്റവും അധിക സമയം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ദൃശ്യമാകുന്നത് ചൊവ്വയായിരിക്കും. ശേഷം മെർക്കുറി കൂടി മറ്റു ഗ്രഹങ്ങൾക്കൊപ്പം ചേരുന്നതോടെ പ്ലാനറ്റ് പരേഡ് കൂടുതൽ അത്ഭുതകരമായി മാറുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല, ജനുവരിയിൽ ദൃശ്യമാകുന്ന 7 ഗ്രഹങ്ങളും ഭൂമിയിൽ നിന്നും വളരെ ഉയരത്തിലായിരിക്കും. എങ്കിലും ശനി, ബുധൻ, നെപ്റ്റ്യൂൺ എന്നിവ സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യനോട് വളരെ അടുത്തു വരുന്നതായി കാണും. ഈ ഗ്രഹങ്ങളെല്ലാം ആഴ്ചകളോളം ജനുവരിയുടെ ആകാശത്ത് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് ജനുവരി 21-നും ഫെബ്രുവരി 21-നും ഇടയിലായിരിക്കും. എന്നാൽ ഇതിൽ തന്നെ ഗ്രഹങ്ങളെ കൃത്യതയോടെ കാണുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജനുവരി 29-ലെ അമാവാസി ദിനമായിരിക്കും. പുതുവർഷത്തിലെ ആകാശവിസ്മയത്തിലുള്ള മറ്റൊന്ന്, ജനുവരി 13-ന് ചന്ദ്രൻ ചൊവ്വയുടെ പ്രകാശത്തെ 1 മണിക്കൂറോളം തടഞ്ഞു വെക്കുന്നതാണ്. ചുവന്ന ഗ്രഹത്തെ നിഗൂഢമാക്കുന്ന പൂർണ്ണചന്ദ്രന്റെ ദിവസമായിരിക്കുമത്. ഈ സമയം ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രന്റെ ഇടതുവശത്ത് ചൊവ്വയെ കാണാനാകും. പക്ഷേ ചന്ദ്രൻ ചൊവ്വയുടെ പ്രകാശത്തെ തടയുന്നതിനാൽ അതുടൻ തന്നെ അപ്രത്യക്ഷമായേക്കും. ഇത് വളരെ അപൂർവമായ ഒരു കാഴ്ചയായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ എല്ലായിടത്തും ഈ ആകാശവിസ്മയം ദൃശ്യമാകണമെന്നില്ല. ഓരോ രാജ്യത്തും അതാത് മാറ്റങ്ങൾക്കനുസരിച്ച് ഇവയെല്ലാം ദൃശ്യമാകുന്ന സമയവും വ്യത്യാസപ്പെട്ടുവെന്നിരിക്കാം. ഇനി 2025 മാർച്ച് മാസമായാൽ വരാനിരിക്കുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. മാർച്ച് 13, 14 ദിവസങ്ങളിലായിരിക്കും ഈ ചന്ദ്രഗ്രഹണം നടക്കുക. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു നിഴൽ വീഴ്ത്തിക്കൊണ്ട് ഭൂമി സൂര്യനും പൂർണ്ണ ചന്ദ്രനുമിടയിൽ വരും. ആ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രപ്രകാശത്തെ തടയുന്നത് കാണാനാകും. അതോടെ ചന്ദ്രൻ ഓറഞ്ച് കലർന്ന നിറത്തിൽ കാണപ്പെടും. ഇനി ഉൽക്കാവർഷം എടുത്താൽ 2025-ൽ 2 ഉൽക്കാവർഷങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു ലൈറിഡ് ഉൽക്കാവർഷവും ഒരു ഓറിയോണിഡ് ഉൽക്കാവർഷവും. ഏപ്രിൽ 22, 23 തീയതികളിൽ ലൈറ ദി ഹാർപ്പ് നക്ഷത്ര സമൂഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഷൂട്ടിംഗ് നക്ഷത്രങ്ങളുടെ ഗംഭീരമായൊരു പ്രദർശനമായിരിക്കും ലൈറിഡ് ഉൽക്കാവർഷത്തിൽ സംഭവിക്കുക. എന്നാൽ ഒക്ടോബർ 21, 22 തീയതികളിൽ ഓറിയോണിഡ് ഉൽക്കാവർഷത്തിന്റെ ഒരു അത്ഭുത കാഴ്ച തന്നെ കാണാനാകും. ഈ സമയം ചന്ദ്രൻ ഏതാണ്ട് മങ്ങിയ പ്രകാശം നൽകുന്നതിനാൽ ഷൂട്ടിംഗ് സ്റ്റാറുകളെ കാണാനുള്ള സാധ്യതയും കൂടുതലായിരിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനെല്ലാം പുറമെ 2025 അവസാനം
നവംബർ 5 ഒരു സൂപ്പർ മൂൺ കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട്.